കുറേ പേർ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തായ സരികയുടെ ആദ്യ പ്രതികരണം. ബിഗ് ബോസിൽ നിന്ന് ഒരു മത്സരാർത്ഥി കൂടി പടിയിറങ്ങിയിരിക്കുന്നു. മൂന്നാമതായി കലാഭവൻ സരികയാണ് പുറത്തുപോയത്. വലിയ ഒച്ചയും ബഹളവുമൊന്നും ഇല്ലെങ്കിലും തൻ്റേതായിട്ട് കുറേ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിച്ചു എന്നാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം കലാഭവൻ സരിക മോഹൻലാലിനോട് പ്രതികരിച്ചത്. എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നും കലാഭവൻ സരിക പറഞ്ഞു. ഇനി കലാഭവൻ സരികയുടെ വാക്കുകളിലേക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സരികയെ കൊണ്ട് പറ്റില്ല എന്ന്, അല്ലെങ്കിൽ പോകരുത് എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ എല്ലാവരും അവിടെ വരണം എന്നാണ്. എൻ്റെ പെർഫോമൻസിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടാകും. ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു കലാഭവൻ സരിക എന്ന് പറയുമ്പോൾ 10% ആൾക്കാരാണ് നേരത്തെ അറിയുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 20% ആൾക്കാർ അറിയുന്നുണ്ടാകുമെന്ന്. അത് നല്ലതാണെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും കൂടിയിട്ടുണ്ടാകും. ഞാൻ ഭയങ്കരമായി എല്ലാ കാര്യത്തിലും ഇടപെടുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലെങ്കിലും എൻ്റേതായിട്ട് കുറേ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിച്ചു. എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ആരാണ് ഈ കലാഭവൻ സരിക. കൊച്ചിൻ കലാഭവൻ്റെ മിമിക്രി താരം എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങിയ കലാഭവൻ സരിക സ്റ്റേജ് ഷോകളിലൂടെ പേരെടുത്ത വ്യക്തിയാണ്. കോമഡി കൈകാര്യം ചെയ്തും അഭിനയിച്ചും റിയാലിറ്റി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് അവർ വളരെ വലിയ സുപരിചിതയാണ്. മിമിക്രിക്ക് പുറമെ ടെലിവിഷനിലെ അറിയപ്പെടുന്ന മുഖമായതോടെയാണ് സരികയ്ക്ക് കൂടുതൽ ജനപ്രീതി ലഭിക്കുന്നത്. സരികയുടെ കൊയിലാണ്ടി ഭാഷയും കോമഡി ടൈമിങ്ങും വോയിസ് മോഡുലേഷനും അവരെ സ്റ്റേജ് ഷോകളിൽ വ്യത്യസ്തയാക്കി. കോമഡിക്ക് പുറമെ ഇമോഷണൽ റോളുകളും തനിക്ക് വഴങ്ങുമെന്ന് ടെലിവിഷൻ സീരിയലുകളിലൂടെ സരിക തെളിയിച്ചു. നാടൻ പാട്ടുപാടി സ്റ്റേജിൽ ആവേശം തീർക്കുന്ന സരികയെയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. എന്നാൽ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന ഷോയിലൂടെ കുടുംബത്തെ കൂടി പരിചയപ്പെടുത്തിയതോടെ സരിക മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സ്വന്തം ആളായി മാറുകയായിരുന്നു. കലാഭവൻ്റെ തന്നെ കലാകാരി സുബി സുരേഷിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുലഞ്ഞു നിൽക്കുന്ന സമയത്താണ് സരികയെയും പ്രേക്ഷകർ കണ്ടു. കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണയും നൽകിയത് സുബിയാണെന്ന് പറഞ്ഞ സരിക അവർക്ക് പ്രചോദനവും റോൾ മോഡലും ആയിരുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മിമിക്രി കലാകാരന്മാരുടെ സ്റ്റേജ് മുതൽ മെയിൻ സ്ട്രീം ടെലിവിഷൻ വരെയുള്ള പരിണാമവും വളർച്ചയും അടയാളപ്പെടുത്തിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് സരിക. 3 വയസ്സ് മുതൽ പാട്ടും നൃത്തവും പഠിച്ചു തുടങ്ങിയ സരികയെ പുളിയഞ്ചേരി UP സ്കൂൾ ആണ് ഒരു കലാകാരിയാക്കിയതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലും സ്കൂളിലും ചെറിയ പരിപാടികൾ അവതരിപ്പിച്ചായിരുന്നു തുടക്കം. കേരള സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി 1ാം സ്ഥാനം കൂടി നേടിയതോടെ സരിക നാടിന് തന്നെ അഭിമാനമായി. ആൺകുട്ടികൾ കുത്തകയാക്കി വെച്ചിരുന്ന ഒരു കലാമേഖലയിൽ സരികയുണ്ടാക്കിയ നേട്ടം തന്നെയാണ് അവരെ വളരെ ശ്രദ്ധേയയാക്കിയത്. ശേഷം കലാഭവനിൽ എത്തിയതോടെ സ്റ്റേജ് ഷോകളിലും സരിക തിളങ്ങി. സിനിമാല, വരൻ ഡോക്ടറാണ്, ഭാര്യമാർ സൂക്ഷിക്കുക, ലൗഡ് സ്പീക്കർ തുടങ്ങിയ ടെലിവിഷൻ പ്രോഗ്രാമുകളും സീരിയലുകളും സരികയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി. പിന്നെ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സരികയുടെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം.